പ്രിയപ്പെട്ടവരെ, തമിഴിൽ കണ്ടതുപോലെ വീഡിയോ കാണൂ, സമ്മാനം നേടൂ. നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ട് മുമ്പ് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് 3 വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളിൽ പറഞ്ഞ പോയിന്റ്സുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 10 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഈ വീഡിയോയുടെ ഇന്ന് ചെയ്യുന്ന വീഡിയോയുടെ കമന്റ് ബോക്സിൽ താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റഡ് എന്ന് എഴുതി നിങ്ങളുടെ പേരും നിങ്ങളുടെ വാട്സപ്പ് നമ്പറും അതിൽ കൊടുക്കുക. ആ നമ്പറിന് ഒരു ഗ്രൂപ്പിലേക്കാണ് നിങ്ങൾ ആഡ് ചെയ്യുക. ആ ഗ്രൂപ്പിലൂടെയാണ് അതിലേക്കാണ് നിങ്ങളുടെ ആൻസർ അയക്കേണ്ടത്. 10 ചോദ്യങ്ങളാണ് 3 വീഡിയോകൾ അടിസ്ഥാനപ്പെടുത്തി പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഇങ്ങനെ 3 പാർട്ടുകളായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ 3 വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോകൾ പൂർണ്ണമായി കണ്ട് അതിൽ പറയുന്ന പോയിന്റ്സുകൾ പഠിക്കുക. അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള 10 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ചോദിക്കുന്നത്. ചോദ്യങ്ങൾക്ക് കൃത്യമായി പൂർണ്ണമായും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്ന 1ാം വിജയിക്ക് വളരെ ആകർഷണീയമായ ആയിരങ്ങൾ വിലമതിക്കുന്ന സമ്മാനങ്ങൾ നമ്മൾ തയ്യാർ ചെയ്തിട്ടുണ്ട്. 2ാം സ്ഥാനം നേടുന്ന വിജയിക്കും സമ്മാനം തയ്യാർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1ാമത്തെ ചോദ്യം, ഈ 3 വീഡിയോകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. 10 ചോദ്യങ്ങൾ, 3 വീഡിയോകളും നിങ്ങൾ കൃത്യമായി വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുക. 1ാമത്തെ ചോദ്യം, കുട്ടികൾ എത്ര തരം ഉണ്ട്? കുട്ടികൾ എത്ര തരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 1ാമത്തെയോ 2ാമത്തെയോ 3ാമത്തെയോ വീഡിയോയിൽ പോയാൽ നിങ്ങൾക്ക് അത് കേൾക്കാവുന്നതാണ്. കുട്ടികൾ എത്ര തരമുണ്ട്, അത് ഏതൊക്കെയാണ്? അതാണ് 1ാമത്തെ ചോദ്യം. 2ാമത്തെ ചോദ്യം, കേട്ട് പഠിക്കുന്ന കുട്ടികൾ, ഓഡിറ്ററി ലേണർ, ആ കുട്ടികളുടെ ക്ലാസ്സിലുള്ള പ്രത്യേകത എന്താണ്? ക്ലാസ്സിൽ കാണിക്കുന്ന പ്രത്യേകത എന്താണ്? ആ കുട്ടികളുടെ പ്രത്യേകത. 3ാമത്തെ ചോദ്യം, വ്യക്തികളുടെ ശബ്ദം ഓർത്തു വെക്കുന്നത് ഏത് തരം കുട്ടികളാണ്? ഞാൻ ഓരോ കുട്ടികളുടെ പ്രത്യേകത പറഞ്ഞിട്ട്, ഒരു കുട്ടി ഒരു വ്യക്തിയെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മുഖം ഓർക്കില്ല. ആ വ്യക്തിയുടെ മുഖം ഓർക്കാൻ കഴിയില്ല, ആ രൂപം പോലും മറ്റുള്ളതൊന്നും ഓർക്കാൻ കഴിയില്ല. പക്ഷെ ശബ്ദം കൃത്യമായി ഓർത്തു വെക്കുന്ന കുട്ടി, അത് ഏത് തരം കുട്ടിയാണ്? വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതാണ്. 4ാമത്തെ ചോദ്യം, കേട്ട് പഠിക്കുന്ന കുട്ടികൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് എങ്ങനെയാണ്? അവരെങ്ങനെയാണ് അവരെ പരീക്ഷയ്ക്ക് പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? ആ വിഷയവും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി കേട്ടാൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം അതിൽ നിന്ന് ലഭിക്കും. 5ാമത്തെ ചോദ്യമാണ്, വ്യക്തികളുടെ മുഖം ഓർത്തു വെക്കുന്നത്. ഒരു വ്യക്തിയെ പരിചയപ്പെട്ടാൽ ആ വ്യക്തിയുടെ മുഖം ഓർത്തു വെക്കുന്നത് ഏത് തരം വിദ്യാർത്ഥിയാണ്, കുട്ടിയാണ്? നമ്മൾ 3 തരം കുട്ടികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് തരം കുട്ടിയാണ് ഇതുപോലെ പരിചയപ്പെട്ട വ്യക്തിയുടെ മുഖം ഓർത്തു വെക്കുന്നത്? 6ാമത്തെ ചോദ്യമാണ്, അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ് ശ്രദ്ധിക്കാതെ വെറുതെ ഇങ്ങനെ കുത്തി വരച്ചുകൊണ്ടിരിക്കുന്നത് ഏത് തരം കുട്ടിയാണ്? 3 തരം കുട്ടികളെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏത് തരം കുട്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്? 7ാമത്തെ ചോദ്യമാണ്, കണ്ടു പഠിക്കുന്ന വിഷ്വൽ ലേണർ, കണ്ടു പഠിക്കുന്ന കുട്ടി എങ്ങനെയാണ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്? എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തേണ്ടത്? അവനെ എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്? 8ാമത്തെ ചോദ്യമാണ്, ചെയ്ത് പഠിക്കുന്ന കിനസ്റ്റിക് ലേണർ, ബൈ ഡൂയിങ് ബൈ പ്രാക്ടീസ്, കണ്ടാൽ കേട്ടാൽ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ചെയ്താൽ പഠിക്കുന്ന കുട്ടികൾ, അവരുടെ കൈയക്ഷരം ഹാൻഡ് റൈറ്റിംഗ് ഏത് രൂപത്തിലാണ്? ഓരോ കുട്ടികളുടെയും ഹാൻഡ് റൈറ്റിംഗ് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ കിനസ്റ്റിക് ലേണറുടെ കൈയക്ഷരം ഏത് രൂപത്തിലാണ്? അതാണ് 8ാമത്തെ ചോദ്യം. 9ാമത്തെ ചോദ്യം, ചെയ്ത് പഠിക്കുന്ന കിനസ്റ്റിക് ലേണർ ആയ കുട്ടിയെ ചെറുപ്പത്തിൽ തന്നെ സ്കൂളിലേക്കൊക്കെ ചേർക്കുന്നതിന് മുമ്പ് ചെറിയ പ്രായത്തിൽ തന്നെ ആ കുട്ടികളെ തിരിച്ചറിയാൻ അടയാളം, അവർ ചെറിയ പ്രായത്തിൽ തന്നെ കാണിക്കുന്ന പ്രത്യേകത, അവരുടെ സ്വഭാവം എന്താണ്? അവസാനത്തെ ചോദ്യമാണ് 10ാമത്തെ ചോദ്യം, ചെയ്ത് പഠിക്കുന്ന കുട്ടികളെ അഭിനന്ദിക്കേണ്ടത് എങ്ങനെയാണ്? അവരെ പ്രശംസിക്കേണ്ടത് എങ്ങനെയാണ്? ഓരോ കുട്ടികളെയും അഭിനന്ദിക്കേണ്ട രൂപം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ കിനസ്റ്റിക് ലേണർ, ആ കുട്ടിയെ നമ്മൾ പ്രശംസിക്കേണ്ടതും അഭിനന്ദിക്കേണ്ടതും എങ്ങനെയാണ് എന്നുള്ളതാണ് 10ാമത്തെ ചോദ്യം. 10 ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നിങ്ങൾ നൽകേണ്ടത് കമന്റിലൂടെയല്ല. കമന്റിലൂടെ നിങ്ങൾ താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റഡ് എന്ന് എഴുതി നിങ്ങളുടെ പേരെഴുതി വാട്സാപ്പ് നമ്പർ നിങ്ങൾ നൽകുക. അത് ഞങ്ങൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ആ ഗ്രൂപ്പിലേക്കാണ് നിങ്ങൾ ഇതിന്റെ ഉത്തരം അയക്കേണ്ടത്. ഇതിന്റെ മത്സര ഫലം നമ്മൾ ഗ്രൂപ്പിലൂടെ നിങ്ങളെ അറിയിക്കും. ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ചെയ്യുക.
ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റിലൂടെ ഇക്കാര്യങ്ങൾ അറിയിക്കുക. 3 വീഡിയോകളും കൃത്യമായി വാച്ച് ചെയ്യുന്നവർക്ക് ഇതിന്റെ ഉത്തരം ചെയ്യും. വളരെ എളുപ്പമുള്ള ഉത്തരമാണ്. വളരെ ആകർഷണീയമായ വളരെ നല്ല സമ്മാനമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇതുപോലെ ഓരോ വീഡിയോകളും നമ്മൾ ഒരു 3 വീഡിയോകൾ 4 വീഡിയോകൾ കഴിയുമ്പോൾ ഇതുപോലെയുള്ള ക്വിസ് പ്രോഗ്രാമുകൾ ഞങ്ങൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്.